ഇന്നത്തെ എന്റെ വീഡിയോ എന്റെ 2 ബെസ്റ്റ് ഫ്രണ്ട്സിനെ വെച്ചിട്ടാണ്. അപ്പൊ എന്താ വീഡിയോ എന്ന് വെച്ചാല് അതിനു മുന്നേ നമുക്ക് അവരെ വിളിക്കാം. ഗൈസ് കം ഓൺ. ഓക്കെ, നമുക്കപ്പൊ അവരുടെ പേര് ആദ്യം പറയാം. ഇത് പൊന്നു, ഇത് സോന. അപ്പൊ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്, ഇവർ രണ്ടുപേരും എന്റെ കൂടെ കോളേജ് പോലെ ഉള്ള ഫ്രണ്ട്സ് ആണ്. ഞങ്ങൾ കൊച്ചിൻ കോളേജിൽ ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പൊ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് ഇവർ രണ്ടുപേരും. അപ്പൊ ഇവർക്ക് എന്നെ പറ്റി എന്തൊക്കെ അറിയാം എന്നാണ് നമ്മൾ ഇതിൽ നോക്കാൻ പോകുന്നത്. അപ്പൊ വീഡിയോ എന്ന് വെച്ചാൽ ഹൂ നോസ് മീ ബെറ്റർ. അപ്പൊ ഞാൻ ഇന്ന് ചെയ്യുന്നത് ഹൂ നോസ് മീ ബെറ്റർ ആണ്. അപ്പൊ സോനക്കാണോ പൊന്നൂനാണോ എന്നെ നല്ലപോലെ അറിയാവുന്നേ നമുക്ക് ഇന്ന് നോക്കാം. ഓക്കെ, കുറെ വർഷമായില്ലേ കൂടെ നടക്കണത്. ഓക്കെ, അപ്പൊ ഞാൻ 20 ക്വസ്റ്റ്യൻസ് ആണ് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും ഫോണിൽ ആൻസർ ഇതാക്കാം. എന്നിട്ട് ഞാൻ പറയും, അപ്പൊ ആൻസർ പറയാം. ഓക്കെ, എവിടെയെങ്കിലും നോട്ട് ചെയ്താൽ മതി. എന്നിട്ട് തെറ്റുത്തരം ഞാൻ ആള് രണ്ടും പറയണമെങ്കിൽ ഓക്കെ, ബാക്കി പിന്നെ കാണാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല് മൈ ഡേറ്റ് ഓഫ് ബർത്ത്. ഡേറ്റ്, മന്ത്, ഇയർ. ഓക്കെ, പെട്ടെന്ന് ആൻസർ ചെയ്യണം കേട്ടോ. ഡേറ്റ്, മന്ത്, ഇയർ, ഇത് മൂന്നും വേണം കറക്റ്റ് ആയിട്ട്. ഓക്കെ, ഞാൻ എഴുതിയിട്ടില്ല. ഓക്കെ, ഇന്ന് നിന്റെയൊക്കെ കാര്യം ശരിയാക്കി തരാം. ഓക്കെ, അപ്പൊ സോനോടാ 20 ഏപ്രിൽ 2000. ഇതാണ് എന്റെ ഡേറ്റ് ഓഫ് ബർത്ത്. കറക്റ്റ്. അവളെ കറക്റ്റ്. ഓക്കെ ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്റെ ഫേവറേറ്റ് കളർ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കളർ ഉണ്ട്. ആലോചിച്ച് നല്ലോണം ആലോചിച്ചിട്ട് കറക്റ്റ് ഉത്തരം എഴുതിയാ. ഇവിടെ ഇൻസ്റ്റന്റ് കളറിടും, പല പല കളറിടും. പക്ഷെ എനിക്ക് ഫേവറേറ്റ്, ഞാൻ എപ്പോഴും ഡ്രസ് ഒക്കെ ആയാലും എനിക്ക് അത് സെലക്ട് ചെയ്യാനാണ് കുറച്ചുകൂടി ഇഷ്ടം. അതെന്താണ് ഞാൻ എഴുതിയിട്ടുണ്ട്. എനിക്ക് കറക്റ്റ് ആണോ അറിയില്ല. അധികം സമയം എടുക്കാൻ പാടില്ല. ഇപ്പൊ ഇത്രയും വർഷമായില്ലേ, വേഗം ഏത് സോനെ ഒന്ന് ഫോക്കസ് ചെയ്തോ. എനിക്ക് എന്റെ കളർ അറിയില്ലല്ലേ എനിക്ക് ഇഷ്ടമുള്ള. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഞാൻ എഴുതിയിട്ടുണ്ട് കഴിഞ്ഞു. പറയണം. ഓക്കെ, അപ്പൊ ഞാൻ പറയാം. ആദ്യം പൊന്നോറ. ഞാൻ ചുമ്മാ ലവ് മാത്രമേ ഇടുള്ളൂ. പക്ഷെ എന്റെ ഫേവറേറ്റ് കളർ ബ്ലാക്ക് ആണ്. ഓക്കെ, അപ്പൊ പൊന്നൂന് 2 മാർക്ക്, സോനക്ക് 0. അല്ല 0 അല്ല 0. ഓക്കെ, ഇത് ചിലപ്പോ അറിയണമെന്നില്ല, എന്നാലും ഞാൻ പറയാണ്. വിച്ച് ഇയർ ഐ ഗോട്ട് മൈ ജോബ്. ഇപ്പൊ ഞാൻ കറന്റ്ലി ചെയ്യുന്ന ജോബ് ഏത് വർഷമാണ് എനിക്ക് കിട്ടിയത്? നോ, 22. ശരിയാ, ഞാനത് തെറ്റിപ്പോയി. സോറി. 20 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ നമ്മളത് മൊത്തം കംപ്ലീറ്റ് ചെയ്തില്ല. ഡൈറ്റ് ഒക്കെ പോകണുണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കണുള്ളൂ. ഹൂ ഈസ് മൈ സെലിബ്രിറ്റി ക്രഷ്? സെലിബ്രിറ്റി ക്രഷ്. എഴുതി ഒരുമിച്ച് പറയണം. റെഡി, 1 2 3 സ്റ്റാർട്ട്. ബാസിനെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ക്രഷ് അർജുൻ ദാസ് ആണ്. ഓക്കെ, ബാസി ഫാൻകളാ, പക്ഷെ ക്രഷ് അല്ല, അത് അർജുൻ ദാസിനോടാണ് ക്രഷ്. ഞാൻ പുള്ളിയുടെ പേര് പെട്ടെന്ന്. എന്താണ് എന്റെ ഫേവറേറ്റ് ഫുഡ്? എനിക്ക് എപ്പോ ഞാൻ പുറത്തിറങ്ങിയാലും ഞാൻ പറയും എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ്. ഞാൻ പറയാം മന്തിയാണ് എന്റെ ഫേവറേറ്റ്. ഓക്കെ, ഞാൻ വീട്ടിൽ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോ വേറെ വർക്ക് ഒന്നുമില്ല എനിക്ക് ചെയ്യാൻ. അപ്പൊ ഞാനൊരു സംഭവം എപ്പോഴും ചെയ്യും. അതായത് എനിക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോ എനിക്ക് ചെയ്യാൻ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എപ്പോഴും അതെ, എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടം. ആലോചിച്ചിട്ട് ഹോബി അല്ല, അതായത് ആ ഒരു ആക്ടിവിറ്റിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ചെയ്യാൻ. ഇപ്പൊ വീട്ടില് ചിലപ്പോ എല്ലാരും ചെയ്യായിരിക്കും, എനിക്ക് ഇച്ചിരി കൂടുതലാണ്. വീട്ടിലെ അമ്മയൊക്കെ ആ ടൈം ആവുമ്പോ എന്റെ അടുത്ത് അടുക്കൂല. അങ്ങനത്തെ ഒരു സംഭവം. എല്ലാരും എനിക്ക് ആ ഒരു സ്പേസ് തരും. ഞാൻ ഉദ്ദേശിച്ചത് ഉറക്കമാണോ? ഉറക്കമൊന്നും അല്ല. അറിയായിരിക്കും, അറിയണം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം ചെയ്യാനായിട്ട്. വേറെ അതെ ചാലക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇപ്പൊ നമ്മൾ കൂടിയാലും ഞാൻ അത് ചെയ്യാനാണ് പറയണത്. ഓക്കെ, ഡാൻസ്, പാട്ടിട്ടിട്ട് ഇങ്ങനെ തുള്ളണം. അതാണ് എന്റെ ഫേവറേറ്റ് ആക്ടിവിറ്റി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ,
ഏജ് ഡിഫറൻസ് ബിറ്റ്വീൻ ഞാനും അച്ചും കൂടിയുള്ള, അച്ചു എന്ന് പറഞ്ഞാൽ എന്റെ അനിയനാണ്, ഞാനും അച്ചും കൂടിയുള്ള ഏജ് ഡിഫറൻസ്. ഞങ്ങൾ ഇത്ര വയസ്സിന് ഡിഫറൻസ് എന്നൊക്കെ പറയൂലേ ആ സമയം. 5 കറക്റ്റാ. ഞാനും അച്ചും തമ്മിൽ 5 വയസ്സിന് ഡിഫറൻസാ. ഇത് അറിയോന്നറിയില്ല. കോളേജിൽ എന്റെ റോൾ നമ്പർ അവർക്ക് അവരുടെ പോലെ ഓർമ്മ ഉണ്ടാവില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു 1 to 10 അതിന്റെ ഇടയിലാണ്. 1 2 3 സ്റ്റാർട്ട്. 6. എന്റെ ബ്ലഡ് ഗ്രൂപ്പ് റയറാണ് ഞാൻ. ഓക്കെ, റെഡി 1 2 3 സ്റ്റാർട്ട്. എനിക്ക് ഒരുമിച്ച് പറഞ്ഞില്ല. റെഡി 1 2 3 സ്റ്റാർട്ട്. AB നെഗറ്റീവ് അല്ല, AB പോസിറ്റീവ്. ഇതിപ്പോ ഒരു, അതായത് ഒരു ഹൂനോസ്മി ബെറ്റർ ഒന്നുമല്ല, എനിക്ക് ഇവരിൽ നിന്ന് അറിയാനായിട്ട് ഒരു ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. 1 തിങ് എന്ന് വെച്ചാൽ കോളേജിൽ നമ്മൾ പഠിച്ചപ്പോ എന്നെയായിട്ട് കണക്ട് ചെയ്യണ ഒരു മെമ്മറി രണ്ടുപേരും പറയണം. അത് ഹൂനോസ്മി ബെറ്റർ അല്ല, ക്ലാസ് കട്ടല്ല. ഓക്കെ, ക്ലാസ് കട്ട് അല്ലാണ്ട് ഒരിക്കലും കോളേജിൽ അമൃത എന്ന് പറയുമ്പോ എന്നെ മറക്കാൻ പറ്റാത്തൊരു കാര്യം. കോളേജിലാണെങ്കിൽ ക്യാമ്പയിൻ ഞങ്ങൾ സ്ഥിരം. അതെ, ഞങ്ങൾ SFI കൊച്ചിൻ കോളേജിലൊരു SFIക്കാരാണ് ഞങ്ങൾ. പാർട്ടി പറയാനില്ല, എന്നാലും അതിന് വേണ്ടി ഒരുപാട് നടന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കൊച്ചിൻ കോളേജിൽ ഫുൾ അതിനു വേണ്ടി നടന്നിട്ടുണ്ട്. അപ്പൊ അതാണ് മെമ്മറി. നിനക്ക് ഓക്കെ, സോനോട് ചോദിക്കാം. കോളേജ് മൊത്തം മെമ്മറി തന്നെയാണ്, കുറെ ഉണ്ട് അങ്ങോട്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ, ഹൂ ഈസ് മൈ ഫേവറേറ്റ് സിംഗർ? ഏത് ഇൻഡസ്ട്രി വേണമെങ്കിലും ആവാം. ഞാൻ ഉദ്ദേശിക്കുന്ന ആളെ തന്നെ നിങ്ങൾ പറയണമെന്നില്ല, പക്ഷെ നിങ്ങൾ പറയുന്നതും എനിക്ക് ഇഷ്ടമുള്ള സിംഗർ ആണെങ്കിൽ ഓക്കെ. സിംഗറിന് കമ്പോസറും എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിംഗർ. പുള്ളിയുടെ പാട്ട് കേൾക്കുമ്പോഴത്തേക്കും ജിൽ ജിൽ ജിഗ. ഓക്കെ, ഞാൻ പെട്ടെന്നാണ് ഗൈസ് ഈ ഐഡിയ ഇവരോട് പറഞ്ഞത്. അല്ലെങ്കിൽ ഇവർ കുറെ പ്രിപ്പയർ ചെയ്ത് എന്റെ ഇൻസ്റ്റാഗ്രാം ഒക്കെ തപ്പി എല്ലാ ആൻസറും കണ്ടുപിടിക്കും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞോണ്ട് എനിക്കറിയില്ല കറക്റ്റ് ആണെന്ന്. സാരില്ല, ഞാൻ നോക്കട്ടെ. സോന കുറെ ടൈം എടുക്കുന്നത് നിനക്ക് എന്നെ മനസ്സിലായില്ല ഇത്ര വർഷമായിട്ട്. 2017 തൊട്ട് 17 20 18 19 21 22 23 24 7 കൂടുതലായി. വേഗം ഇത് നിനക്ക് 2 നിനക്ക് 1. ഇത് സൂം ചെയ്തോട്ടാ. എഴുതടി മോളെ, നീ എഴുത്. സോന, എനിക്കിത് കണ്ടിട്ട് സൈക്കിളും. പിന്നെ നിനക്ക് എന്റെ ഫേവറേറ്റ് സിംഗർ അറിയില്ല. പൊന്നു, ഷീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത്. അവർക്ക് കിട്ടണില്ല. സിംഗാളെ പോലെ എനിക്ക് മനസ്സിൽ കിട്ടില്ല. അപ്പോൾ നിന്റെ സിംഗങ്ങളൊക്കെ അല്ലെങ്കിൽ 0 ഔട്ടാ. തോറ്റപ്പോ വേഗം പറ. തോറ്റാ നീ ഇവിടെ എഴുതിയത് കറക്റ്റ് ആൻസർ ആണെന്ന് അറിയില്ല, പക്ഷെ ഫേവറേറ്റ് ആണോ എനിക്കറിയില്ല. ഓക്കെ, ഇവർക്ക് രണ്ടുപേർക്കും അറിയാൻ പറ്റും. ഇവർക്ക് മാത്രമല്ല, എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം. ഹു ഈസ് മൈ ഫേവറേറ്റ് ഫുട്ബോളർ? അത് പ്രത്യേകിച്ച് പറയണ്ട, ഇവർക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം. തെറ്റിച്ചോളല്ലേ? ഓക്കെ, റൊണാൾഡോ. റൊണാൾഡോ ആണ് എന്റെ ഫേവറേറ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡു ഐ പ്രിഫർ കോഫി ഓർ ടീ? ഇത് രണ്ടിൽ ഏതായിരിക്കും ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യണം? റെഡി 1 2 3 സ്റ്റാർട്ട്. കോഫിയാണ് എനിക്കിഷ്ടം. ഐ എം എ ഡോഗ് പേഴ്സൺ ഓർ ക്യാറ്റ് പേഴ്സൺ? റെഡി 1 2 3 സ്റ്റാർട്ട്. ഡോഗ് പേഴ്സൺ. യെസ്, ക്യാറ്റും എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഡോഗ്സിനെയാണ്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ അറിയണമായിരിക്കും, അല്ലെങ്കിൽ അറിയില്ലായിരിക്കും. എന്നാലും ഞാൻ ക്വസ്റ്റ്യൻ അത് ഇട്ടിട്ടുണ്ട്. ഒരു സാധനമാണ് ഒരിത്. അതിപ്പോ എന്റെ കൂടെ ഇല്ല, പക്ഷെ ആ സംഭവം ഞാൻ ഒരുപാട് ഇപ്പൊ മിസ് ചെയ്യുന്നുണ്ട്. ചിക്കുന്. യെസ്, ചിക്കുവിന്റെ പട്ടിയാണ്. അതാണ് മൈ ഫേവറേറ്റ് മന്ത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മന്ത് ഏതാണ്? ഒരുമിച്ച് പറയണം, ചാടിക്കറി പറയരുത്, ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ആ ഒരു മന്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ആ ഒരു മന്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഏതാണെന്ന് പറയാം. റെഡി 1 ഒരൊറ്റ മന്ത് എനിക്ക് ഫേവറേറ്റ് ഉള്ളൂ. റെഡി 1 2 3 സ്റ്റാർട്ട്. ഓക്കെ, ഏപ്രിലാണ്. കാരണം എന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് എനിക്ക് ആ മന്താണ് ഫേവറേറ്റ്. പിന്നെ കൊറേ ക്വസ്റ്റ്യൻ ഉണ്ട്, പക്ഷെ ഈ മണ്ടത്തിമാര് പറയുമോന്ന് അറിയില്ല. പിന്നെ എന്റെ എന്റെ ഹൂനോസ്മി ബെറ്റർ ഇങ്ങനെയൊന്നും അല്ല പ്ലാൻ ചെയ്തത്, പക്ഷെ അത്ര ഫ്ലോപ്പ് ആയിപ്പോയി. എന്നാൽ അടുത്ത നമുക്ക് അടിപൊളിയാക്കാം.
കട്ട് ചെയ്യാലോ ഓക്കെ. ഡു ഐ ഹാവ് എനി അലർജീസ്? അതായത് എനിക്ക് എന്തെങ്കിലും ടൈപ്പ് ഓഫ് അലർജീസ് ഉണ്ടോന്ന. റെഡി 1 2 3 സ്റ്റാർട്ട്. എനിക്ക് ഡസ്റ്റ് അലർജി ഉണ്ട്. ഓക്കെ, കാണുമ്പോ തന്നെ അറിയാം. കമന്റ് എന്തായാലും വരും. പറഞ്ഞു പഠിപ്പിച്ചെന്നോ അല്ലട്ടോ ഗൈസ്, ആരും വന്ന് കമന്റ് ഇടരുത്. പറഞ്ഞു പറയിപ്പിച്ചെന്നല്ല. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. കാരണം എനിക്ക് കുറെ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ ലൈറ്റ് ഒക്കെ കൊണ്ട് നമുക്ക് ഇതാണ്. അപ്പൊ നോക്കാം. അത് ഒരാൾക്ക് കുറച്ചുണ്ട്, ഇവർക്കും കുറച്ചൊക്കെ ഉണ്ട്. പക്ഷെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഈക്വൽ ആണ്. പിന്നെ ഇതിലല്ലല്ലോ കാര്യം, നമ്മളെ മനസ്സിലാക്കുന്നതിലാണ് ഫ്രണ്ട്ഷിപ്പ്. ജയിച്ച്. ഓക്കെ, അപ്പൊ ഈ 2 ബെസ്റ്റ് ഫ്രണ്ട്സിനെയാണ് എനിക്ക് എന്റെ കോളേജ് ലൈഫിൽ നിന്ന് കിട്ടിയത്. 2 gems of my life.